Okay, so first function into differential of the second function plus second function into differential of the first. First function അതുപോലെ തന്നെ എടുത്തെഴുതുക. ക്വസ്റ്റ്യനിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ 3x plus 2 ഒന്നും ചെയ്യണ്ട, അങ്ങനെ എഴുതി വെക്കുക. Into d by dx of second function 2x minus 1 plus second function വെറുതെ എഴുതുക 2x minus 1 into d by dx of first function 3x plus 2. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ളതിനെയൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അല്ലാത്തവരൊക്കെ അവിടെ വെറുതെ വെച്ചേക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യാൻ പോവാണ് 3x plus 2 into ഇതിനെ എങ്ങനെയാ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? സബ്ട്രാക്ഷൻ റൂൾ ആണ് യൂസ് ചെയ്യുന്നത്. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക മൈനസ് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എത്ര കിട്ടും? 2x നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് 2 പുറത്ത് വരും. 2 into dx by dx എന്ന് വരും. അപ്പൊ നമുക്ക് 2 into 1 2 എന്ന് കിട്ടും. മൈനസ് ഡെറിവേറ്റീവ് ഓഫ് 1 എത്രയാ? എത്രയാ? 1 by x. d by dx of 1 എത്രയാ? 0. Equal to 0 because 1 is a constant. Okay, 2 minus 0 plus 2x minus 1 into derivative of 3x plus 2. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ഡെറിവേറ്റീവ് കാണുന്നവരെ സൈഡിൽ പോയിട്ട് സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. സൈഡിൽ തന്നെ ചെയ്ത് നോക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് എഴുതിയാൽ മതി. ഡെറിവേറ്റീവ് ഓഫ് 3x plus 2 എന്ന് പറയുമ്പോൾ ആദ്യം 3xന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം പ്ലസ് 2ന്റെ ഡെറിവേറ്റീവ്. 2ന്റെ ഡെറിവേറ്റീവ് എത്രയാ? 0. 0. d by dx of 2 is equal to 0 because 2 is a constant. But derivative of 3x എന്ന് പറയുമ്പോൾ 3 പുറത്ത് വരും, പോയിട്ട് dx by dx ആണ് അവിടെ ഉള്ളൂ. അപ്പൊ 3 into 1 3 plus 0. ഇനി ഇത് ബാക്കിയെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 3x plus 2 into 2 minus 2 എന്ന് പറയുമ്പോൾ 2 ആണ്, പ്ലസ് 2x minus 1 into 3. ഇത് ഞാൻ മേളിൽ എഴുതാം, അകത്തേക്ക് ഇൻറ്റു ചെയ്ത് കൊടുത്താൽ മതി. 3x into 2 ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഈ 2നെ അകത്തേക്ക് കൊടുക്കുക, ഈ 3നെ അകത്തേക്ക് കൊടുക്കുക. 2നെ അകത്തേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് 6x plus 4 കിട്ടും. അത് പ്ലസ് ഈ 3നെ അകത്തേക്ക് കൊടുക്കുമ്പോൾ 6x minus 3 കിട്ടും. 6x plus 6x ചെയ്താൽ 12x. 4 minus 3 1. 12x plus 1. 12x plus 1 എന്ന് കിട്ടും ആൻസർ. കിട്ടിയോ? യുടെ രീതിയിലോ അതോ ഓരോന്നും മാറ്റി മാറ്റി ചെയ്യണോ? യുവിയുടെ രീതിയിലൊന്നും. ഓക്കെ, യുവിയുടെ രീതി ഇത് തന്നെയാണ്. ഇനി വന്ന് നോക്കാം. y equal to 3x plus 2 into 2x minus 1 ആണ്. അപ്പോ ഇതാണ് u, ഇതാണ് v ആണല്ലോ. നമ്മുടെ റൂൾ എന്താ? dy by dx is equal to u into dv by dx plus v into du by dx. അപ്പോ ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ dv by dx ഉം du by dx ഉം സെപ്പറേറ്റ് ആയിട്ട് സൈഡിൽ വർക്കിംഗ് കോളത്തിൽ ചെയ്ത് നോക്കിയോ. ആദ്യം ഞാൻ ഫോർമുല എഴുതാം, അത് കഴിഞ്ഞിട്ട് സൈഡിൽ ചെയ്ത് കാണിക്കാം. is equal to u എന്ന് പറഞ്ഞാൽ എത്രയാ? 3x plus 2. 3x plus 2 into d by dx of v എത്രയാ? 2x minus 1 plus v വെറുതെ എഴുതുക 2x minus 1 into d by dx of u. u എത്രയാ? 3x plus 2. ഇതില് ഇതും ഇതുമാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ളത്. അതിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ചെയ്യുവാണ്. d by dx of 2x minus 1 equal to d by dx of 2x minus d by dx of 1. സബ്ട്രാക്ഷൻ റൂൾ കറക്റ്റ് ആണല്ലോ. 2x നെ ഡിഫറൻഷ്യൽ ചെയ്യുമ്പോൾ 2 പുറത്ത് വരും,
പോയിട്ട് അവിടെ 2 into dx by dx ആണുള്ളത്. Minus derivative of 1 is 0 because 1 is a constant. അപ്പൊ 2 into 1 equal to 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് 2 എന്ന് കിട്ടി. പോയിട്ട് ഇവിടെ 3x plus 2 ആണ് ബാക്കിയുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. എനിക്കിവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ വായിക്കുന്നത്. നിങ്ങൾ ബുക്ക് ആവുമ്പോൾ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ. അടുത്തത് d by dx of 3x plus 2 equal to d by dx of 3x plus d by dx of 2. Addition rule. Clear? ഇതിൽ 3 നമ്മൾ പുറത്തെടുക്കുന്നു. 3 into dx by dx plus derivative of 2 എത്രയാ? 0 because 2 is a constant. 2 is a constant. അപ്പൊ നമുക്ക് 3 into 1 വരും. dx by dx is 1 which is equal to 3. അപ്പൊ ഈ ഡെറിവേറ്റീവിന്റെ ആൻസർ 3 എന്ന് കിട്ടും. അത് ഇൻറ്റു ബാക്കി ഇവിടെ ഉണ്ട് 2x plus 1, 2x minus 1 ഉണ്ട്, നടുക്കൊരു പ്ലസും ഉണ്ട്. ഇനി ഈ 2വിനെ നമ്മള് ഇവർക്ക് രണ്ടുപേർക്കും കൊടുക്കും, ഈ 3നെ നമ്മൾ ഇവർക്ക് രണ്ടുപേർക്കും കൊടുക്കും. അപ്പോ 2 into 3x ചെയ്യുമ്പോ 6x plus 2 into 2 4. പിന്നെ ഈ പ്ലസ് ഇവിടെ ഉണ്ടല്ലോ, അതവിടെ ഉണ്ട്. 3 into 2x ചെയ്യുമ്പോ 6x, 3 into minus 1 ചെയ്യുമ്പോ -3. ഇനി ലൈക്ക് ടേംസ് തമ്മിൽ ആഡ് ചെയ്യുക. എക്സ് ഉള്ള രണ്ട് ടേം 6x ഉം 6x ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോ 12x പ്ലസ് 4 minus 3 ചെയ്യുമ്പോ 1. അപ്പൊ ആൻസർ 12x plus 1. അപ്പൊ മിസ് ആ 6x plus 4ന്റെ അവിടെ ബ്രാക്കറ്റ് ഇട്ടാ കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. ബ്രാക്കറ്റ് ഇട്ടാ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ സോൾവ് ചെയ്തെടുക്കണം. ബ്രാക്കറ്റ് ഇവിടുന്ന് നമ്മൾ ഓപ്പൺ ചെയ്യുവാണല്ലോ, ഇവിടെ വരെ നമ്മൾ ബ്രാക്കറ്റ് ഇടും. അത് കഴിഞ്ഞ് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന പ്രോസസ് ആണ് പുറത്തുള്ള 2നെ അകത്തേക്ക് കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ വേഗം സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്തേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ തരാം, വേഗം ചെയ്തോ. y equal to 3x square 4x plus 8. ഇതില് 3x square ആണ് u, 4x plus 8 ആണ് v. u അല്ലെങ്കിൽ ഫസ്റ്റ് ഫംഗ്ഷൻ, v സെക്കൻഡ് ഫംഗ്ഷൻ. റൂൾ അപ്ലൈ ചെയ്തേ. നിങ്ങൾ ചെയ്യുമ്പോ റൂള് ആദ്യം എഴുതണം കേട്ടോ. പ്രോഡക്റ്റ് റൂള് ഇവിടെ എഴുതി ഒരു ബോക്സിനകത്ത് ആക്കി വെക്കണം, എന്നാലേ മാർക്ക് കിട്ടുള്ളൂ. റൂൾ എഴുതിയില്ലെങ്കിൽ ഒരു മാർക്ക് കട്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ.
ഇങ്ങനെ ഒരു ആൻസർ കിട്ടിയോ? പ്രണവേ കിട്ടിയോ? ചെയ്യോ? ചേച്ചി അൽബീറ്റയ്ക്ക് കിട്ടിയോ? ഓക്കെ. ക്രിസ്റ്റീന? കിട്ടി മിസ്. അൽക്ക? അശ്വതി? ഓക്കെ. കിട്ടിയവര് ക്വസ്റ്റ്യൻ നമ്പർ 5 ക്വസ്റ്റ്യൻ ഞാൻ എഴുതി തരാം. ക്വസ്റ്റ്യൻ നമ്പർ 5 ചെയ്തോ. കിട്ടിയവര് ക്വസ്റ്റ്യൻ നമ്പർ 5 ചെയ്തോ. 3 4 ഹോംവർക്ക് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3 4 ഹോംവർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 5 ചെയ്തോ. y equal to x raised to 8 plus 8 into x raised to 6 plus 11. ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ ചെയ്യാനുള്ളത്? പ്രണവ് ഈ ആൻസർ കിട്ടിയോ? എഴുതിയെടുത്തു. കിട്ടും. ഓക്കെ ഓക്കെ. കിട്ടുമ്പോ എന്നോട് പറയണേ. എവിടെയാ സ്റ്റക്ക് ആയത്? ഞാൻ രണ്ടാമത്തെ റൂളാണ് നോക്കിയത്. ആ റൂൾ തന്നെ ഞാൻ ചെയ്തത്. യു വി, ഇതാണ് യു, ഇതാണ് വി. അപ്പൊ ഇതിപ്പോ യു ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് പ്ലസ് വി ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് തന്നെയല്ലേ ഞാൻ ചെയ്തേക്കുന്നത്? അത് മറക്കല്ല. റൂള് കാണാതെ പഠിച്ച് ശ്രദ്ധിച്ച് ചെയ്യണം. അതുകൊണ്ട് ആ റൂൾ ആദ്യം തന്നെ ഒരു വെണ്ടയ്ക്ക മുഴുപ്പിൽ അവിടെ എഴുതി വെക്കണം. ഡി ബൈ ഡി എക്സ് ഓഫ് യു ഇൻറ്റു വി ഇസ് ഈക്വൽ ടു യു ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് പ്ലസ് വി ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് എന്നൊരു വെണ്ടയ്ക്ക മുഴുപ്പിൽ അവിടെ എഴുതി വെക്കണം. എന്നിട്ട് യു ഈക്വൽ ടു എന്ത്, വി ഈക്വൽ ടു എന്തെന്ന് എഴുതണം. അപ്പൊ തെറ്റി പോകത്തില്ല. എന്നിട്ട് ഇവിടെ വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്ക് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് വരെ നോക്കിയിട്ട് വേണം പോവാൻ. കോളേജിൽ ഇത് കഴിഞ്ഞോ ക്രിസ്റ്റീന? നിങ്ങൾ മാക്സിമം മിനിമം ഒക്കെ എത്തിയോ? അവിടെ ആയിട്ടില്ല. ഓക്കെ. അപ്പൊ നാളത്തെ ക്ലാസ്സോടുകൂടി നമുക്ക് കോളേജിൽ ഒപ്പം എത്താൻ പറ്റുമായിരിക്കും. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർഡർ ആയതുള്ളൂ. ഓക്കെ. അത് നമ്മൾ ഇന്ന് എടുക്കും. അപ്പൊ നമുക്ക് നാളെ തൊട്ട് കോളേജിലേക്കാളും മുന്നിലെത്തും. പ്രണവേ കിട്ടുന്നുണ്ടോ? 24x² ഇവിടെ വരെ കിട്ടിയോ? 6x into 4x 24x². നിങ്ങൾ എല്ലാരും പ്രണവിനെ പോലെ പഠിക്കണം കേട്ടോ. പ്രണവാണെങ്കിൽ ഓരോ സ്റ്റെപ്പും കറക്റ്റ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഓരോ സ്റ്റെപ്പ് മനസ്സിലാക്കിയാണ് പോകുന്നത്. ഭയങ്കര നല്ല കാര്യം. കാരണം ഇടയ്ക്ക് വെച്ച് നമുക്ക് മനസ്സിലാകാതെ ലാസ്റ്റ് കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ ഹാപ്പി ആയിട്ട് കാര്യമില്ല. ഓരോ ചെറിയ സ്റ്റെപ്പും നമുക്ക് ക്ലിയർ ആയിരിക്കണം. എന്നാലേ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ശരി. കിട്ടിയോ? കഴിഞ്ഞോ? ഓക്കെ. ആൻസർ കിട്ടിയല്ലോ അല്ലേ? അപ്പൊ ഇനി ഇത് ചെയ്തോ.
ക്രിസ്റ്റീന, അൽബീറ്റ, അൽക്ക കിട്ടിയോ? ചെയ്യുമോ മിസ്? ചെയ്തോ. ആരാ അവിടെ പടക്കം പൊട്ടിക്കുന്നേ? ആൻസർ കിട്ടിയോ? ലാസ്റ്റ് അല്ലേ? ലാസ്റ്റത്തെ അതായത് ഞാൻ ആ 6 അതിവിടെ കൊണ്ട് നിർത്തി. ലാസ്റ്റ് മിസ് 40 ചെയ്തില്ലേ? അത് ചെയ്യണം. ഏറ്റവും ലാസ്റ്റ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. ഇതിന് രണ്ടിനെയും കോഎഫിഷ്യന്റ് ഇത് രണ്ടിനെയും ഇത് സെയിം ആണല്ലോ വേരിയബിൾ പാർട്ട്. അപ്പൊ അത് രണ്ടും ആഡ് ചെയ്യണം. എന്നിട്ട് ബാക്കി എഴുതണം. ഇവിടെ നിർത്തിയാലും ഒരു ഹാഫ് മാർക്ക് കട്ട് ചെയ്യും, ബാക്കി കിട്ടും. എക്സ്പ്ലെയിൻ ചെയ്യാമോ? എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടം വരെ എത്തിയോ? എവിടം വരെ എത്തി? ഇവിടം വരെ എഴുതിയോ? ഇവിടം വരെ എഴുതിയോ? റൂൾ ഉപയോഗിച്ച് ഇവിടം വരെ എഴുതിയോ? ഓക്കെ. അടുത്തതിൽ നമുക്ക് എക്സ് റേസ് ടു 8 പ്ലസ് 8 അതുപോലെ തന്നെ എഴുതി. ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു 6 പ്ലസ് 11 ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു 6 എത്രയാ? 6 എക്സ് റേസ് ടു 6 മൈനസ് 1. അപ്പോ 6 എക്സ് റേസ് ടു 5 പ്ലസ് 11ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. അതുകൊണ്ട് ഞാനത് എഴുതിയിട്ടില്ല. അപ്പൊ 6 എക്സ് റേസ് ടു 5 ആണ് ഇവിടെ ഉള്ളത്. അത് കഴിഞ്ഞ് എക്സ് റേസ് ടു 6 പ്ലസ് 11 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു 8 പ്ലസ് 8. ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു 8 എന്ന് പറഞ്ഞാൽ
8x raised to 8 minus 1. 8x raised to 7 ആണ്. 8ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പൊ ഇവിടെ പ്ലസ് 0 ഉണ്ട്. 0 ആയതുകൊണ്ട് എഴുതണ്ട. അപ്പൊ നമുക്ക് ഈ സ്റ്റെപ്പ് കിട്ടും. 8x raised to 8 plus 8 into 6x raised to 5 plus x raised to 6 plus 11 into 8x raised to 7. ഇനി ഈ 6x raised to 5നെ നമ്മൾ അകത്തേക്ക് കൊടുക്കുന്നു. ഓക്കെ, ആദ്യം 6x raised to 5 into x raised to 8 ആണ് ചെയ്യുന്നത്. അപ്പൊ 6 അവിടെ നിൽക്കട്ടെ. ഇത് a raised to m into a raised to n അല്ലേ? അതിന് നമുക്ക് a raised to m plus n എന്ന് എഴുതത്തില്ലേ? മറന്നു പോകരുത്, മുന്നേ പഠിച്ചതൊന്നും മറക്കരുത്. 6 into x raised to 5 plus 18. 6 into x raised to 13. കിട്ടിയത് കണ്ടോ? ഇനി 6x raised to 5 into 8. അപ്പൊ 6 into 8 48 x raised to 5. അതുപോലെ തന്നെ ഇപ്പുറത്തും നമുക്ക് 8x raised to 7 into x raised to 6 ചെയ്യുമ്പോൾ 8 into x raised to 6 into x raised to 7 a raised to m into a raised to n ഫോർമുല കിടക്കുന്നത്. അതിന് നമ്മൾ a raised to m plus n ആയിട്ട് എഴുതണം. അപ്പൊ 8 into x raised to 6 plus 7 which is equal to x raised to 13. 8x raised to 13. ഒന്നുകൂടെ കാണിച്ചു തരാത്. x raised to 6 into 8x raised to 7. അപ്പൊ 8 അവിടെ നിന്നോട്ടെ. x raised to 6 into x raised to 7 a raised to m into a raised to n ഫോർമുല കിടക്കുന്നത്. അതിന് നമ്മൾ x raised to 6 plus 7 എന്ന് എഴുതണം. That is 8x raised to 13. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ നമുക്ക് 8x raised to 7 into 11 ചെയ്താൽ 88x raised to 7 കിട്ടും. ഓക്കെ, പിന്നെ ഇവിടെ ഒരു 8x raised to 13 ഉണ്ട്, ഇവിടെ ഒരു 6x raised to 13 ഉണ്ട്. ഇത് രണ്ടും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോ 14x raised to 13 കിട്ടും. ബാക്കിയുള്ളതിന് കോമൺ ആയിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് അതുപോലെ തന്നെ എഴുതി. 48x raised to 5 plus 88x raised to 7. കിട്ടിയോ ക്രിസ്റ്റീന? പ്രണവേ? 0 ആണെന്ന് ഞാൻ ഓർക്കുന്നില്ല, അത് പ്രശ്നം വരുന്നു. അത് ചെയ്ത് പഠിക്കണം. ചെയ്ത് പഠിക്കുമ്പോൾ ശരിയാവും. ഈ പ്രോബ്ലംസ് തന്നെ എല്ലാം ഒരു പ്രാവശ്യം ഹോംവർക്ക് തരുന്നത് പ്ലസ് ഇപ്പൊ നമ്മൾ പഠിക്കുന്നതും കൂടെ ഒരു പ്രാവശ്യം ചെയ്ത് പഠിച്ചിട്ടേ നാളെ വരാവുള്ളൂ. ക്ലിയർ ചെയ്തോട്ടെ? ഇനി അടുത്തത് ഡിവിഷൻ. പ്രോഡക്റ്റ് റൂൾ കഴിഞ്ഞു. അടുത്തത് ഡിവിഷൻ റൂൾ. ഹോംവർക്ക് എഴുതിയെടുത്തല്ലോ അല്ലെ? പേജ് നമ്പർ 74 ക്വസ്റ്റ്യൻ നമ്പർ 3 ഫോർ ഹോംവർക്ക്. അടുത്തത് കോഷ്യൻ റൂൾ. കോഷ്യൻ റൂൾ അഥവാ ഡിവിഷൻ റൂൾ. ഓക്കെ, കോഷ്യൻ റൂളില് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ഫംഗ്ഷൻ സെക്കൻഡ് ഫംഗ്ഷൻ വെച്ച് പറയാം, യു വി വെച്ച് പറയാം. ഏത് വേണം? യു വി വെച്ച് പറയാം അല്ലേ? ഹലോ, d by dx of u by v is equal to, ശ്രദ്ധിച്ച് കേൾക്കണം, ഡിനോമിനേറ്ററില് v സ്ക്വയർ, ഡിനോമിനേറ്ററില് v സ്ക്വയർ. എന്നിട്ട് ഈ v നമ്മൾ ഇവിടെ അങ്ങ് വെറുതെ എഴുതും. v ഇൻറ്റു du by dx മൈനസ് ബ്രാക്കറ്റ് നിർബന്ധമായിട്ട് ഇടണം, മൈനസ് ബ്രാക്കറ്റില് u ഇൻറ്റു dv by dx. Quotient rule very important. Denominator square, denominator into derivative of the numerator minus numerator into derivative of the denominator. ഇവിടെ u എന്ന് പറയുന്നത് ന്യൂമറേറ്ററും v ഡിനോമിനേറ്ററും ആണല്ലേ? അപ്പോ ഡിനോമിനേറ്റർ സ്ക്വയർ താഴെ വരുന്നു. എന്നിട്ട് ഏതാണോ നമ്മൾ ഇവിടെ സ്ക്വയർ ചെയ്തത് അത് തന്നെ v ഇവിടെ അങ്ങ് എഴുതുക. അപ്പൊ ഇവിടെ രണ്ടിടത്തും താഴെ സ്ക്വയറും മേളിൽ ആ ഒരു ഫംഗ്ഷനും തന്നെയാണ് വരുന്നതെന്ന് ഓർത്തിരിക്കുക. v ഇൻറ്റു du by dx മൈനസ് u ഇൻറ്റു dv by dx. ക്ലിയർ ആണോ? റൂള് ക്ലിയർ ആണോ? ഇവിടെ ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്, തെറ്റിപ്പോവും ഇല്ലെങ്കിൽ. ഓക്കെ, അപ്പോ ഇനി ഇത് വെച്ച് പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് പെട്ടെന്ന് ഈ റൂൾ ഒന്ന് പഠിച്ചേ എല്ലാരും. റൂള് പെട്ടെന്ന് പഠിച്ചേ.
റൂള് പഠിച്ചോ? ഇതിലൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് കാണിക്കാം, ഒരു ടഫ് ക്വസ്റ്റ്യൻ ചെയ്യാം, ബാക്കി ഹോംവർക്ക് തരാം. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ലൈക് y ഈക്വൽ ടു, ഒരു മിനിറ്റ്, y ഈക്വൽ ടു x ബൈ എക്സ് പ്ലസ് 1, x ബൈ എക്സ് പ്ലസ് 1. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയ ആദ്യം തന്നെ u ഈക്വൽ ടു എക്സ് ആണെന്നും v ഈക്വൽ ടു എക്സ് പ്ലസ് 1 ആണെന്നും എഴുതി വെക്കുക. അതിനുശേഷം റൂൾ എഴുതുക, d ബൈ ഡി എക്സ് ഓഫ് u ബൈ v ഈക്വൽ ടു ഡിനോമിനേറ്ററിൽ v സ്ക്വയർ v ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് മൈനസ് u ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്. റൂള് എഴുതി വെക്കുക. ഓക്കെ, അതിനുശേഷം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ചെയ്യുമ്പോൾ നമുക്ക് dy by dx is equal to denominator square. Denominator x plus 1 ആണ്, x plus 1 whole square. പിന്നെ മേളില് x plus 1 into d by dx of x minus x into d by dx of x plus 1. മനസ്സിലായോ? ഇതെങ്ങനെയാ വന്നതെന്ന് മനസ്സിലായോ? ഇവിടെ നമ്മൾ ചെയ്തത് v ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് മൈനസ് യു ഇൻറ്റു ഡി ബി ബൈ ഡി എക്സ് ആണ്, ബി സ്ക്വയർ. ഓക്കെ, അപ്പൊ നമുക്ക് എക്സ് പ്ലസ് 1 ഇൻറ്റു ഡി എക്സ് ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്, മൈനസ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് പ്ലസ് 1. അപ്പോൾ എക്സിന്റെ ഡിഫറൻഷ്യൽ കണ്ടുപിടിക്കണം, പ്ലസ് 1ന്റെ ഡിഫറൻഷ്യൽ. 1ന്റെ ഡിഫറൻഷ്യൽ 0 ആണ്. ഡി എക്സ് ബൈ ഡി എക്സ് ചെയ്താൽ 1 കിട്ടും. ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഇസ് 1. അപ്പൊ എക്സ് ഇൻറ്റു 1 ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഇനി ഇത് ബ്രാക്കറ്റ് ഒക്കെ അകത്തേക്ക് കൊടുക്കുക, ഓപ്പൺ ചെയ്യുന്ന പരിപാടിയാണ്. അപ്പൊ ഇവിടെ ഇൻറ്റു 1 ആയതുകൊണ്ട് ഇത് എക്സ് പ്ലസ് 1 തന്നെ വരും. എക്സ് പ്ലസ് 1 മൈനസ് എക്സ് എന്ന് വരും. എക്സ് ഇൻറ്റു 1 ആണല്ലോ ഇവിടെ. അപ്പോ മൈനസ് എക്സ് ബൈ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ. എക്സ് മൈനസ് എക്സ് ക്യാൻസൽ ആയി പോവും. ദാറ്റ് ഇസ് ഈക്വൽ ടു 1 ബൈ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഇതാണ് ആൻസർ. 1 ബൈ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ. 1 ബൈ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ. മനസ്സിലായോ നോക്കിയേ? മനസ്സിലായോ? ഇവിടെ പറയാം. ഓക്കെ, ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. y ഈക്വൽ ടു എക്സ് ബൈ എക്സ് പ്ലസ് 1. അപ്പൊ നമ്മുടെ u എന്ന് പറയുന്നത് എക്സ് ആണ്, v എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1 ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് യു ബൈ വി ആണെങ്കിൽ നമ്മൾ എങ്ങനെയാ ചെയ്യേണ്ടത്? ഡിനോമിനേറ്റർ സ്ക്വയർ ഇവിടെ എഴുതണം. v ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് മൈനസ് യു ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് ഡി യു ബൈ ഡി എക്സും ഡി വി ബൈ ഡി എക്സും സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് നോക്കാം. വേണമെങ്കിൽ ഇവിടെ ചെയ്ത് വെച്ചോ. പിന്നെ സൈഡിലെങ്ങാനും ഡി യു ബൈ ഡി എക്സ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഡി ബൈ ഡി എക്സ് ഓഫ് യു എത്രയാ? എക്സ്. ഡി യു ബൈ ഡി എക്സ് അപ്പോ 1 ആണ്. ഡി വി ബൈ ഡി എക്സോ? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് 1. ഇത് 0 ആണ്, ഇത് 1 ആണ്. therefore it is equal to 1. അപ്പൊ ഡി വി ബൈ ഡി എക്സ് 1 ആണ്, ഡി യു ബൈ ഡി എക്സും 1 ആണ്. ഇത്രയും നമുക്ക് കിട്ടി. നേരത്തെ തന്നെ ചെയ്തു വെച്ചോ, അങ്ങനെയാണെങ്കിൽ തെറ്റിപ്പോകത്തില്ലല്ലോ. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. v എന്ന് പറയുമ്പം ലൈക് ഡിനോമിനേറ്റർ സ്ക്വയർ ആദ്യം എഴുതുക. v എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണ്. എന്നിട്ട് എക്സ് പ്ലസ് 1 തന്നെ ഇവിടെ എഴുതുന്നു. എക്സ് പ്ലസ് 1 ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. ഡി യു ബൈ ഡി എക്സ് എത്രയാ? 1. എക്സ് പ്ലസ് 1 ഇൻറ്റു 1
മൈനസ് ബ്രാക്കറ്റില് യു എന്ന് പറയുന്ന എക്സ് ആണ്. എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് എത്രയാ? 1. എക്സ് ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 മൈനസ് എക്സ്. എക്സ് പ്ലസ് 1 മൈനസ് എക്സ് divided by x plus 1 whole square. x minus x 0 ആയി പോകും, അല്ലെങ്കിൽ ഈ രണ്ട് എക്സും തമ്മിൽ ക്യാൻസൽ ആയി പോകും. പോയിട്ട് ബാക്കി 1 by x plus 1 whole square മാത്രമേ ഉള്ളൂ. കിട്ടിയോ? ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് പോവാം, നിങ്ങൾ അത് ട്രൈ ചെയ്യൂ, എന്നിട്ട് അടുത്ത ലിങ്കിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ഫൈൻഡ് ഡിഫറൻഷിയേറ്റ് f of x equal to 2x raised to 4 divided by 7 minus x square with respect to x. With respect to x. ഇതിൽ എന്താ ചെയ്യേണ്ടത്? ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യേണ്ട. u എന്താ? 2x raised to 4 ആണ്. v equal to 7 minus x square ആണ്. du by dx എത്ര കിട്ടും? അത് കണ്ടുപിടിക്കുക. dv by dx കണ്ടുപിടിക്കുക. അതിനുശേഷം quotient rule അപ്ലൈ ചെയ്യുക. quotient rule എന്ന് പറഞ്ഞാൽ d by dx of u by v is equal to ഡിനോമിനേറ്ററിൽ v square into v into du by dx മൈനസ് ബ്രാക്കറ്റിൽ u into dv by dx. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ചെയ്തോ വേഗം ചെയ്തോ. 3 മിനിറ്റും കൂടെ ഉണ്ട് മീറ്റിംഗ്. വേഗം ചെയ്തോ. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ആർക്ക് ആദ്യം കറക്റ്റ് ആൻസർ കിട്ടുന്നത് നോക്കട്ടെ. ആദ്യം കിട്ടുന്നവർ പറയണം കേട്ടോ. കറക്റ്റ് ആണെന്ന് നിർബന്ധമൊന്നുമില്ല, ആൻസർ കിട്ടുന്നവർ പറയണം. ഞാൻ ഈ മീറ്റിംഗ് എൻഡ് ചെയ്യുവാണ്. അടുത്ത ലിങ്ക് തരാം, അപ്പത്തേക്കും ചെയ്തിട്ട് വരണം കേട്ടോ. പെട്ടെന്ന് വരണേ, അല്ലെങ്കിൽ വീണ്ടും 40 മിനിറ്റ്സ് പെട്ടെന്ന് തീരും.